ഹായ്, ഇപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് കാലത്ത് തന്നെ നല്ല അടിപൊളി കുമ്പളങ്ങ മോര്, കുമ്പളങ്ങയും മോരും കേട്ടാ. അടിപൊളി കറിയാണ് കേട്ടാ. കുമ്പളങ്ങ കഴിക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ് നമുക്ക്. ചിലർക്കും താല്പര്യമില്ല, എന്നാലും കഴിക്കാം. കുമ്പളങ്ങയുടെ കൂടെ എന്തെങ്കിലും സൈഡ് ഉണ്ടെങ്കിൽ അടിപൊളി. സൈഡ് പിന്നെ ചിക്കൻ ഉണക്കമീൻ മാത്രം മതി, അടിപൊളിയാ. അതൊന്നുമില്ല, അത് കാരണം പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്നിട്ട് പറയാ, ചെക്കൻ എഴുന്നേറ്റ് ചേച്ചിയുടെ അടുത്ത് കൊണ്ട് കിടത്തിട്ടുണ്ട് കേട്ടാ. അവൻ നേരത്തെ എഴുന്നേറ്റ് എടുക്കണ്ടു 2 ദിവസം. ആ പിന്നെന്താ സംഭവിച്ചാലേ ചായ വെച്ചു. അടിപൊളി ചായയുടെ കഥ ചായ ഇന്നലെ ഇന്നും മധുരം കൂടിയേ. ഞാൻ കാലത്ത് പാലൊക്കെ ഒഴിച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് എടുത്ത് ഞാൻ പാലൊഴിച്ച് അപ്പൊ തന്നെ അതിൽ പഞ്ചസാര ഇട്ട് അടുപ്പത്ത് വയ്ക്കുന്നു. ഞാനതിന് പോയാലും പിന്നെ ഇവളും വന്നിട്ട് അതിൽ പഞ്ചസാര ഉണ്ടായി. ഇന്നലെ ഇതുപോലെ മധുരം കൂടി. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം ഞാൻ ഒരു മധുരം കൂടി എന്ന് പറഞ്ഞിട്ട് പറയണ്ടേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇട്ടെ കുറ്റാണല്ലോ, ദൈവമേ എന്താ പറ്റി, ഇനിയിപ്പൊന്നും പറയണ്ട ഉണ്ടായിട്ടിരുന്നു. ഇന്നും ഞാൻ അതുപോലെ തന്നെ പാലിട്ട് ചായ പഞ്ചസാരക്കിട്ട് ഇത് വെച്ചു, അടുപ്പിൽ വെച്ച്. അത് കഴിഞ്ഞ് കുറച്ച് കുടിക്ക്. ഇപ്പൊ വീണ്ടും ബാക്കിയുള്ള പണി ഇവിടെ ചെയ്യുന്നത്. വെക്കല് മാത്രം ഞാൻ വെച്ചിട്ടുള്ള, പക്ഷെ ബാക്കിയുള്ള പണിയൊക്കെ വിള ചെയ്യാറ്. ഇപ്പോഴും പഞ്ചസാര ഉണ്ട്. ഇതിപ്പോൾ എന്താണ് മനസ്സിലായത്, ഇന്നും ഞാൻ കുടിച്ചപ്പോ മധുരം കൂടുതൽ. ഞാൻ കറക്റ്റ് പഞ്ചസാര, ഞാൻ അങ്ങനെ മധുരം കൂടാറില്ല, എനിക്ക് മധുരം ഇഷ്ടമില്ല തന്നെ. അപ്പോ ഇതെന്താ പറ്റിയത് ഇന്നിപ്പോ ഇങ്ങനെ സംഭവം. അവിപ്പൊ ചായ കുടിച്ച് ഇങ്ങനെ ഉള്ളടുത്ത് വന്നപ്പോൾ ഉള്ളോട് പറഞ്ഞു മധുരം ഇന്നും കൂടാതെ. ഞാൻ നിങ്ങൾ ചീത്ത പറയുന്നത് വെച്ചിട്ട് ഇരിക്കാൻ ഉണ്ടായിട്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ പഞ്ചസാര ഇട്ട് ഞാനും പഞ്ചസാര ഇട്ടുണ്ടെന്ന് അവള്. അവള് പറയാ പഞ്ചസാരക്ക് എന്താ കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചസാര ഉണ്ടായി. ഞാനും പഞ്ചസാര ഉണ്ട്. 12 സ്പൂൺ പഞ്ചസാര ചായ 3 ഗ്ലാസ് പാലിൽ എടുക്കണം, ചായയിൽ എടുക്കുന്നത്. പിന്നെ ഇങ്ങനെ മധുരം ഉണ്ടാവിട്ടിരിക്കുക. ബോധം പോയി ചായ കുടിക്കാൻ പറ്റല്ലേ. അയ്യോ, മധുരം കൂടിയ രസമില്ല ചായക്ക് എപ്പോഴും കറക്റ്റ് അതിന്റെ കടുപ്പവും ചായ. ഫസ്റ്റ് അവളും മിണ്ടാണ്ടിരിക്കുന്ന കേട്ടോ. അവളെ കുഴപ്പമായിട്ട് അവളും മിണ്ടി. ഞാൻ ചോദിച്ചാൽ എന്റെ കുഴപ്പമായിട്ട് ഞാനും മിണ്ടാണ്ടിരിക്കില്ല. രണ്ടാളും ഈ പകുതി പണി എടുക്കണ കാരണം പ്രശ്നം. ഞാൻ ചായപ്പൊടി തിളച്ചിട്ടിടാന്നുള്ള രീതിയിലിട്ടിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഞാനത് വെച്ചിട്ട് പോയി. അപ്പൊ നീ വന്നല്ലോ. പിന്നെ ഞാൻ പോയി എന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളവരുടെയും ഞാൻ പോയി കിച്ചൺ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇന്നുണ്ടായത്. നമ്മുടെ എന്താ പറയാ, കുമ്പളങ്ങയും മോരും തിളച്ച് സെറ്റായി. എല്ലാവരും കുടിക്കുന്നവര് കാത്തും ഞാനൊക്കെ ഭയങ്കര മധുരമായി. അങ്ങനെയാണ് ഇന്നത്തെ ഒരു കഥ, കാലത്തെ ഒരു വിശേഷം. ഇന്നലെ ഇന്നും സെയിം ആയപ്പോ 2 ദിവസം രണ്ടുപേരും മിണ്ടാണ്ടിരിക്കുക. രണ്ടുപേരും കൈയുള്ള കാരണം രണ്ടുപേരും മിണ്ടാണ്ടിരിക്കുന്നു. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയാ, കാത്തുന്റെ സെലിബ്രേഷൻ ഒക്കെ അടിപൊളിയായി. ഇന്നലെ സൂപ്പറായിന്ന് പറഞ്ഞ ആള് അടിച്ചു പൊളിച്ച് വന്ന് ക്ഷീണായി വയ്യാണ്ടായിന്നുണ്ട്. ചെറിയ പനിയോ സംശയം, കൈയും കാലൊക്കെ ഡാൻസ് കളിയും അടിച്ചു പൊളിയായിരുന്നു. നമ്മളൊക്കെ പഠിക്കുമ്പോ എന്തോണോ ദോഷം. പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന പിന്നെ അങ്ങോട്ട് പോണ പരിപാടി 10 ദിവസം. ഇത് പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം ഗംഭീര പരിപാടി സ്കൂളില്. തകർക്കണ പിള്ളേരൊക്കെ അടിച്ചു പൊളിക്കട്ടെ അവരുടെ കാലം അല്ലേ. കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കട്ടെ. എല്ലാ സാധനങ്ങളും തകർത്താണ്. ഓണത്തിന്റെ തിരക്കൊക്കെ അങ്ങനെ തുടങ്ങി തുടങ്ങിയിട്ട് തൃശ്ശൂരൊക്കെ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. ടൗണിലൊക്കെ നല്ല ഇനി നല്ല തിരക്കാവും. സ്കൂളൊക്കെ കൂട്ടിയില്ല. ഇനിയിപ്പോ എല്ലാവരും ടൗണിലേക്ക് ഇറങ്ങും 3 നാളെ കയറ്റി. അങ്ങനെ അവിടെ ഒരു DJ അമ്യൂസ്മെന്റ് പാർക്ക് ശക്തനില് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അതിലേക്കൊക്കെ ആൾക്കാർ ഇനി പോകുന്നുണ്ട്. ഒരു വെള്ളച്ചാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ല എന്നിട്ട് സംഭവം മനസ്സിലായി. അങ്ങനെ അതൊക്കെ പരിപാടിയാണ്. അങ്ങനെ എന്തൊക്കെയോ കാണാൻ പുറത്തുനിന്ന് വെള്ളച്ചാട്ടം കാണാം. അവിടെ എന്തോ പിള്ളേർ കളിക്കാനുള്ള സെറ്റപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്ക്. അങ്ങനെ കറി റെഡിയായി. ഇനി എന്നിട്ട് ഇനി അത് കാച്ചണല്ലേ. ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നിങ്ങള് കുമ്പളങ്ങി മോരൊഴിച്ച് ചോദിക്കില്ല, എന്നിട്ട് പറയാ കുമ്പളങ്ങ കറി തന്നെയാണോ പറയാ? മോര് കറി അല്ല, കുമ്പളങ്ങ മോര് കറി. അങ്ങനെയാണ്. അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് അല്ലേ കേട്ടിയ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ നമുക്ക് ചെറുതായിട്ടൊന്ന് അവസാനിപ്പിച്ചാലെന്നാ.
ഇന്നത്തെ ചെറിയ വിശേഷം കേട്ടോ. ഇത്രയുള്ള കാലത്തെ വിശേഷം. തിരക്കാണ്. ഞങ്ങൾക്ക് ജോലിക്ക് പോകണം. ഇന്ന് അവർക്ക് സ്കൂളിൽ പോകേണ്ട കാത്തുണ്ടെന്ന്, അത് കാരണം കുഴപ്പമില്ല. ഇന്നപ്പോ അങ്ങനെ സമയം അങ്ങനെ കുഴപ്പമില്ല. ഇനിയിപ്പോ 10 ദിവസം കുഴപ്പമുണ്ടാവില്ല. കാത്തുള്ള കാരണം സുഖം. പിന്നെ എനിക്ക് പോണം. എനിക്ക് റെഡി ആവണം. കാര്യങ്ങളുണ്ട്. കറി ചോറ് ഇതേ കുക്കറിലവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് ഊറ്റണം. കുക്കറിൽ ഒരു വിസിലടിച്ച് ഒരു അരമണിക്കൂർ വയ്ക്കും. അത് കഴിഞ്ഞ് അരമണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം. അത് കഴിഞ്ഞാൽ ഊറ്റി കഴിഞ്ഞാൽ ചോറ് റെഡി. അപ്പൊ കറി റെഡി. ഒരു പപ്പടം 2 വറുത്ത് കഴിഞ്ഞാൽ അടിപൊളി. ഇങ്ങനെ വിശേഷങ്ങള് അല്ലേ? പിന്നെ എന്താ വിശേഷം? രണ്ട് പൂച്ച. നമ്മുടെ എന്താ പറയാ ഒരു പേര് കുട്ടൂസ്. കുട്ടൂസ് 2 കുട്ടികളുണ്ടായി. 2 ഒരേപോലത്തെ. കുട്ടൂസിനെ കാണിച്ചരാട്ടാ. നമ്മുടെ വീട്ടിലേക്ക് വന്നതാ. ഇവിടെ തന്നെ പ്രസവിച്ചു 2 കുഞ്ഞുങ്ങൾ. അപ്പൊ 2 കുട്ടികൾ ഇപ്പൊ അത്യാവശ്യം കണ്ണു തുറന്ന് ഓടി തുടങ്ങിയിട്ടാ അവര്. കുറച്ച് നാളായി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് കാണിച്ചു തരാം. അടുത്ത വീഡിയോയില് നമ്മൾ പൂച്ച കാണിച്ചു തരാം. നമ്മുടെ കുട്ടൂസിന് 2 കുട്ടികളെ കാണിച്ചു തരാം. ഒരേപോലത്തെ 2 സുന്ദരി കുട്ടന്മാര്. കുട്ടന്മാരാണോ കുട്ടികളാണോ? 2 പേരുണ്ട്. അവർ 2 പേരും അവിടെ കോണിയുടെ അടിയിൽ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ മുകളിലായിരുന്നു വീടിന്റെ, ടെറസിന്റെ മുകളിലായിരുന്നു. ഒരു ചെറിയൊരു കൂട് ആദ്യം ഉപയോഗിക്കാത്ത കൊണ്ട് കയറ്റിട്ടുണ്ടായി, കോഴിക്കൂട്. അപ്പൊ അതിന്റെ സെറ്റപ്പില് അവര് അവിടെ സെറ്റ് ആയിരുന്നു. ഇപ്പൊ താഴ്ത്തിക്ക് ഇറങ്ങി എല്ലാവരും. കണ്ണൊക്കെ തുറന്ന് ഓടി തുടങ്ങിയപ്പോ താഴ്ത്തിക്ക് ഇറങ്ങി. ഇപ്പൊ കോണിയുടെ അടിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ അമ്മയ്ക്ക് സുഖമായി. അമ്മയ്ക്ക് ഇപ്പൊ അവിടെ കിടക്കാൻ നോക്കണം, ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് സുഖമായി. വീടിന്റെ കോണിയുടെ അടിയിൽ തൊട്ടപ്പുറത്ത് തന്നെ ആൾക്ക് അവിടെ കിടന്ന് ഇറക്കാം. അപ്പൊ ആള് ഹാപ്പി ആയി. അപ്പൊ അങ്ങനെ അപ്പൊ അടുത്ത വീഡിയോ നമ്മൾ കുട്ടൂസിനെ കാണിക്കും. 2 കുഞ്ഞുങ്ങളെ കാണിക്കും അല്ലെ? അടിപൊളിയാ. അവിടെ ഉണ്ട്, അതിന്റെ ഉള്ളിലുണ്ട്. ഞാൻ കണ്ടു കാലത്ത് തന്നെ പോയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? നമ്മളെ എന്താ പറയാ, എല്ലാവരും മറന്നു നമ്മളെ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാറൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വീഡിയോ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ബൈ.